ജോ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പുറത്തു നിന്നൊരു പെൺകുട്ടി കരയുന്നത് അവൻ കണ്ടു. അവളുടെ പേര് സുചിത്ര. അവളും ജോയും ഒരേ ക്ലാസ്സിലാണ്. സുചിത്ര ആലപ്പുഴക്കാരി, ജോ തമിഴ്നാട്ടുകാരൻ. ക്ലാസ്സിൽ മലയാളികൾ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ മുഴുവൻ ടെൻഷനിലാണ്. അവളെ കണ്ട നിമിഷം തന്നെ ജോയ്ക്ക് അവളോട് ഒരു ക്രഷ് തോന്നി. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ജോ ഇടുന്ന അതേ കളർ ഡ്രസ് തന്നെയാണ് സുചിത്രയും ഇട്ടിരുന്നത്. ഇത് ജോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് സുചിത്രയുടെ റൂംമേറ്റ് ആണ്. കോളേജിലെ മിക്ക ആൺകുട്ടികളും സുജിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. അതിനാൽ ജോയ്ക്ക് തന്റെ പ്രണയം പറയാൻ ധൈര്യം വന്നില്ല. ഒരു ദിവസം ജോയുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് അവനെ നിർബന്ധിച്ച് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചു. പക്ഷെ അന്ന് സുജിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ ബെഞ്ചിലിരുന്ന് കരയുകയായിരുന്നു. പിന്നീട് അവളുടെ ഫ്രണ്ടിനോട് ജോ റിപ്ലൈ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ എന്ന്. അന്നേ ദിവസം വൈകിട്ട് സ്റ്റഡി ലീവിന് സുജി നാട്ടിലേക്ക് പോകുമ്പോൾ ജോയും ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ്സിൽ സുജിയുടെ അടുത്ത് ഒരു സീനിയർ വന്നിരുന്നു. സുജി ജോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അത് കണ്ട ജോ ഓടി ബസ്സിൽ കയറി സീനിയറെ എഴുന്നേൽപ്പിച്ച് സുജിയുടെ തോളത്ത് കൈയിട്ടിരുന്നു. അവിടെ നിന്നാണ് അവരുടെ ബന്ധം തുടങ്ങുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുജിയുടെ നാട്ടിലെ അമ്പലത്തിൽ വെച്ച് ജോ അവളുടെ കഴുത്തിൽ ഒരു കറുത്ത ചരട് കെട്ടി. പിന്നീട് മാസങ്ങൾക്ക് ശേഷം സുജി ജോയെ വീട്ടിലേക്ക് വിളിച്ചു, ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. പക്ഷെ അവിടെ അമ്മയും ബന്ധുക്കളും ജോയെ ചീത്ത പറഞ്ഞു. അച്ഛൻ മിണ്ടാതെ നിന്നു. കാരണം ജോ തമിഴ്നാട്ടുകാരനും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനുമായിരുന്നു. ബന്ധുക്കൾ ജോയെ അടിക്കുമ്പോൾ അച്ഛൻ അറിയാതെ തട്ടി വീണു. ഇത് കണ്ട് സുജി ജോ അച്ഛനെ അടിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു. അവനെ വീട്ടിൽ നിന്ന് അവൾ പുറത്താക്കി. കുറച്ചു കാലത്തിന് ശേഷം ഫേസ്ബുക്കിൽ ജോ കണ്ടത് നാളെ സുജിയുടെ വിവാഹമെന്നാണ്. കല്യാണ ദിവസം ജോ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ വെള്ള തുണി പുതപ്പിച്ച് കിടക്കുന്ന സുജിയുടെ മൃതദേഹമാണ് അവൻ കണ്ടത്. മരിക്കുന്നതിന് മുൻപ് അവൾ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. അച്ഛനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ജോ കെട്ടിയ താലിയെക്കുറിച്ചും ആണ് അതിൽ എഴുതിയിരുന്നത്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവൾ മരിക്കുന്നു. പാർട്ട് 2 കിട്ടാൻ 2 അമർത്തുക.